എന്താണ് പരിശുദ്ധാത്മാവ്? ബൈബിളിന്റെ ഉത്തരം: കാര്യങ്ങൾ ചെയ്യാൻ ദൈവം ഉപയോഗിക്കുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവ്. ദൈവം എല്ലാം ചെയ്യുന്നത് ഈ ശക്തി ഉപയോഗിച്ചാണ്. മീഖ 3:8, ലൂക്കോസ് 1:35. തന്റെ ഇഷ്ടം ചെയ്യാൻ ഏത് സ്ഥലത്തേക്കും ദൈവം തന്റെ ഈ ഊർജം അഥവാ ശക്തി അയക്കുന്നു. സങ്കീർത്തനം 104:30, 139:7. എബ്രായ പദമായ റുവാഖിനെയും ഗ്രീക്ക് പദമായ ന്യൂമയെയും ആത്മാവ് എന്ന പദം ഉപയോഗിച്ചാണ് ബൈബിളിൽ പരിഭാഷ ചെയ്തിരിക്കുന്നത്. മിക്കപ്പോഴും ഈ വാക്കുകൾ ദൈവത്തിന്റെ ശക്തിയെ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെയാണ് അർത്ഥമാക്കുന്നത്. ഉൽപ്പത്തി 1:2. കൂടാതെ മറ്റു പല കാര്യങ്ങളെ സൂചിപ്പിക്കാനും ഈ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ കൈകൾ എന്നും വിരലുകൾ എന്നും വിളിച്ചിട്ടുണ്ട്. സങ്കീർത്തനം 8:3. അങ്ങയുടെ വിരലുകളുടെ പണിയായ ആകാശത്തെയും അങ്ങുണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുമ്പോൾ. 102:25. പണ്ടുപണ്ട് അങ്ങ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, അങ്ങയുടെ കൈകൾ ആകാശം സൃഷ്ടിച്ചു. ഒരു ശില്പി തന്റെ കൈകളും വിരലുകളും ഉപയോഗിച്ച് ശില്പങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ ദൈവം തന്റെ ആത്മാവിനെ ഉപയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുള്ള ചില ഉദാഹരണങ്ങൾ നോക്കാം. പ്രപഞ്ചം. സങ്കീർത്തനം 33:6. യഹോവയുടെ വചനത്താൽ ആകാശമുണ്ടായി, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ആത്മാവിനാൽ അതിലുള്ളതെല്ലാം നിർമ്മിതമായി. യെശയ്യ 66:1-2. യഹോവ ഇങ്ങനെ പറയുന്നു: സ്വർഗം എൻ്റെ സിംഹാസനമാണ്, ഭൂമി എൻ്റെ പാദപീഠവും. പിന്നെ എവിടെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ഭവനം പണിയുക? എവിടെയാണ് എനിക്ക് വിശ്രമസ്ഥലം ഒരുക്കുക? 2. എൻ്റെ കൈയാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, അങ്ങനെയാണ് ഇതെല്ലാം ഉണ്ടായത്. യഹോവ പ്രഖ്യാപിക്കുന്നു: ഞാൻ നോക്കുന്നത് എൻ്റെ വാക്കുകൾ ഭയപ്പെടുന്ന താഴ്മയുള്ള ഒരുവനെയാണ്, മനസ്സ് തകർന്ന ഒരുവനെയാണ്. ബൈബിൾ. 2 പത്രോസ് 1:20-21. തിരുവെഴുത്തിലെ പ്രവചനമൊന്നും ആരും സ്വന്തമായി വ്യാഖ്യാനിച്ചുണ്ടാക്കിയതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളുക. 21. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, പകരം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായി ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ മനുഷ്യർ പ്രസ്താവിച്ചതാണ്. പണ്ടുകാലത്തെ ദൈവദാസർ ചെയ്ത അത്ഭുതങ്ങളും ഉത്സാഹത്തോടെയുള്ള അവരുടെ സുവിശേഷ പ്രവർത്തനവും. ലൂക്കോസ് 4:18. ദരിദ്രരോട് സന്തോഷവാർത്ത ഘോഷിക്കാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തതിനാൽ ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബന്ധികളോട് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും അന്ധന്മാരോട് കാഴ്ച കിട്ടുമെന്നും പ്രഖ്യാപിക്കാനും മർദ്ദിതരെ സ്വതന്ത്രരാക്കാനും. പ്രവൃത്തികൾ 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി കിട്ടും. അങ്ങനെ നിങ്ങൾ യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അതിവിദൂര ഭാഗങ്ങൾ വരെയും എൻ്റെ സാക്ഷികളായിരിക്കും. 1 കൊരിന്ത്യർ 12:4-11 വരെ. കഴിവുകൾ പലവിധമുണ്ട്, എന്നാൽ ദൈവാത്മാവ് ഒന്നുതന്നെയാണ്. ശുശ്രൂഷകൾ പലവിധമുണ്ട്, എന്നാൽ കർത്താവ് ഒന്നുതന്നെയാണ്. പ്രവർത്തനങ്ങൾ പലവിധമുണ്ട്, എങ്കിലും അതെല്ലാം എല്ലാവരിലും നടത്തുന്നത് ഒരേ ദൈവം തന്നെയാണ്. ഓരോരുത്തരിലും ദൈവാത്മാവ് വെളിപ്പെടുന്നത് എല്ലാവരുടെയും പ്രയോജനത്തിനു വേണ്ടിയാണ്. ഒരാൾക്ക് ആത്മാവിന്റെ പ്രവർത്തനത്താൽ ജ്ഞാനത്തോടെ സംസാരിക്കാനുള്ള കഴിവ് കിട്ടുന്നു. മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ അറിവോടെ സംസാരിക്കാനുള്ള കഴിവ് കിട്ടുന്നു. ഇനി വേറൊരാൾക്ക് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരാൾക്ക് അതേ ആത്മാവിനാൽ രോഗം മാറ്റാനുള്ള കഴിവ്. ഒരാൾക്ക് അത്ഭുത പ്രവർത്തികൾ, മറ്റൊരാൾക്ക് പ്രവചനം, വേറൊരാൾക്ക് അരുളപ്പാടുകൾ വിവേചിച്ചറിയാനുള്ള പ്രാപ്തി. ഇനിയൊരാൾക്ക് പലവിധ ഭാഷകൾ, മറ്റൊരാൾക്ക് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇവയെല്ലാം ഒരേ ആത്മാവിന്റെ പ്രവർത്തനങ്ങളാണ്. അതാഗ്രഹിക്കുന്നതുപോലെ ഓരോരുത്തർക്കും ഓരോ പ്രാപ്തി നൽകുന്നു. ദൈവത്തെ അനുസരിച്ചവർക്കുണ്ടായ നല്ല ഗുണങ്ങൾ. ഗലാത്യർ 5:22-23. പക്ഷേ ദൈവാത്മാവിന്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വാസം, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാണ്. ഇവയ്ക്ക് എതിരു നിൽക്കുന്ന ഒരു നിയമവുമില്ല. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല. പരിശുദ്ധാത്മാവിനെ ദൈവത്തിന്റെ കൈകളെന്നും വിരലുകളെന്നും ശ്വാസമെന്നും ബൈബിൾ പറയുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. പുറപ്പാട് 15:8-10. അങ്ങയുടെ മൂക്കിൽ നിന്നുള്ള ഒരു നിശ്വാസത്താൽ വെള്ളം ധാരാളമായി ഒന്നിച്ചുകൂടി. അണ തീർത്തതുപോലെ പ്രളയജലം നിശ്ചലമായി നിന്നു. ഇളകിമറിയുന്ന വെള്ളം സാഗരഹൃദയത്തിൽ ഉറഞ്ഞുപോയി. എന്നാൽ അങ്ങ് ശ്വാസമയച്ചപ്പോൾ
കടൽ അവരെ മൂടി. ഈയം കണക്കെ അവർ പെരുവെള്ളത്തിൽ മുങ്ങിത്താണു. ശില്പിയുടെ മനസ്സും ശരീരവും പറയുന്നതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ കൈകൾ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ മാത്രമേ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയുള്ളൂ. ലൂക്കോസ് 11:13. മക്കൾക്ക് നല്ല സമ്മാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടന്മാരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. ഏശയ്യ 44. ദാഹിച്ചിരിക്കുന്നവന് ഞാൻ വെള്ളം കൊടുക്കും, ഉണങ്ങിവരേണ്ട മണ്ണിലൂടെ ഞാൻ അരുവികൾ ഒഴുക്കും. നിന്റെ സന്തതിയുടെ മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, നിന്റെ വംശജരുടെ മേൽ എൻ്റെ അനുഗ്രഹം ചൊരിയും. പ്രവർത്തികൾ 6:5. അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്റ്റെഫനോസിനെയും അതുപോലെ ഫിലിപ്പോസ്, പ്രൊഖോരോസ്, നിക്കാനോർ, തിമോൻ, പർമെനാസ്, ജൂതമതം സ്വീകരിച്ച അന്ത്യോക്യക്കാരനായ നിക്കോലാവോസ് എന്നിവരെയും അവർ തിരഞ്ഞെടുത്തു. 2 കൊരിന്ത്യർ 6:6. ശുദ്ധി, അറിവ്, ക്ഷമ, ദയ, പരിശുദ്ധാത്മാവ്, കാപട്യമില്ലാത്ത സ്നേഹം. ദൈവത്തിൻ്റെ പേര് യഹോവ എന്നാണെന്നും ദൈവത്തിൻ്റെ മകൻ്റെ പേര് യേശുക്രിസ്തു എന്നാണെന്നും ബൈബിൾ വ്യക്തമായി പറയുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിന് ഒരു പേരുണ്ടെന്ന് ഒരിടത്തും പറയുന്നില്ല. യെശയ്യ 42:8. യഹോവ, അതാണ് എൻ്റെ പേര്. എൻ്റെ മഹത്വം ഞാൻ മറ്റാർക്കും കൊടുക്കില്ല. എനിക്ക് ലഭിക്കേണ്ട സ്തുതി കൊത്തിയുണ്ടാക്കിയ രൂപങ്ങൾക്ക് ഞാൻ നൽകില്ല. ലൂക്കോസ് 1:31. നീ ഗർഭിണിയായി ഒരു ആൺകുഞ്ഞിനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. രക്തസാക്ഷിയായി മരിക്കുന്നതിനു മുമ്പ് സ്റ്റെഫാനോസിന് ഒരു സ്വർഗീയ ദർശനം കിട്ടി. അതിനെക്കുറിച്ച് ബൈബിൾ ഇങ്ങനെ പറയുന്നു: സ്തെഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ആകാശത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ മഹത്വവും ദൈവത്തിൻ്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ആ ദർശനത്തിൽ സ്തെഫാനോസ് കണ്ടത് 2 പേരെയാണ്, അല്ലാതെ 3 പേരെയല്ല. ഈ ദർശനം കാണാൻ സ്തെഫാനോസിനെ സഹായിച്ച ദൈവത്തിൻ്റെ ശക്തിയാണ് പരിശുദ്ധാത്മാവ്.